ശ്രീ എം എൻ കാരശ്ശേരി നമുക്കൊപ്പം ടെലിഫോണിൽ. ശ്രീ എം എൻ കാരശ്ശേരി, കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താങ്കൾ നേരത്തെയും നമ്മളുമായി സംസാരിച്ചിട്ടുണ്ട്, പ്രേക്ഷകർ കേട്ടതുമാണ്. ഇത് എത്രയാണ്? ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, ഇങ്ങനെ അനന്തമായി വീഴ്ച സംഭവിക്കുന്നു. ആ വീഴ്ചയേക്കാൾ ഗൗരവതരമായി അവരെ ആ കുറ്റക്കാരെ സംരക്ഷിക്കുന്നു. അപ്പൊ അതിന് വലിയ പ്രശ്നം എന്താ വെച്ചാലേ, അതില് ഒന്നാമത്തെ ഉത്തരവാദി ഗവൺമെന്റ് ആണ്. രണ്ടാമത്തെ ഉത്തരവാദി ഇവിടുത്തെ ഡോക്ടർമാര്, നഴ്സുമാര്, ഇവരൊക്കെ സംഘടനകൾ. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഈ ഒരു 4 വയസ്സ് കുട്ടിയുടെ കൈന്റെ 6ാമത്തെ വിരൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം ആ കുട്ടിയുടെ നാവ് ഓപ്പറേഷൻ നടത്തി. അപ്പൊ ആദ്യം ആ ഡോക്ടർ സോറി പറഞ്ഞിട്ട് ഇപ്പൊ ആ കുട്ടിയുടെ നാവിന് വേറെന്തോ കുഴപ്പമുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് അത് ന്യായീകരിക്കുക. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനിയിപ്പം ആ ചെയ്ത ആൾക്കൊരു പാർട്ടി ഉണ്ട്, ഒരു ജാതി ഉണ്ടാവും, അല്ലെ അയാൾക്കൊരു മതം ഉണ്ടാവും, അല്ലെ അയാൾക്കൊരു പ്രദേശം ഉണ്ടാവും. അത് ന്യായീകരിക്കുകയാണ്. ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വളരെ പ്രസിദ്ധമായ ഒരു കോളേജാണ്. അവിടെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ഹർഷിന എന്ന് പറഞ്ഞ ഒരു വീട്ടമ്മയ്ക്ക് ഓപ്പറേഷൻ നടത്തിയിട്ട് അവരുടെ വയറ്റില് കത്രിക വെച്ച് തുന്നി. അതിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. ആ കത്രിക മെഡിക്കൽ കോളേജിൽ അല്ല എന്നാദ്യം ഒരു തെറ്റായ വാർത്ത വന്നു. പിന്നെ അന്വേഷണം ഇങ്ങനെയുള്ള ആളുകൾക്ക് നീതി ഉറപ്പാണ്. ഇതാ ഞങ്ങൾ ഇപ്പൊ നീതി നൽകും. എല്ലാ ദിവസവും പ്രതികരണം എടുക്കുമ്പോൾ ആരോഗ്യമന്ത്രി അക്കാലത്ത് പറഞ്ഞിരുന്നത് നീതി ഇതാ ഇപ്പൊ കൊടുക്കും. പക്ഷെ ആ നീതി എവിടെ? അക്കാര്യത്തിൽ ഒരു പ്രതികരണം പോലും ഇപ്പോൾ വരുന്നില്ല. അതല്ലേ സങ്കടകരം? ഹർഷന ഇപ്പൊ തെരുവിലാണ്. അതുപോലെ മനുഷ്യന് കേൾക്കാൻ കൊള്ളാത്തൊരു കാര്യമാണ്, അവിടുത്തെ ICUവിൽ കിടക്കുന്ന അർദ്ധബോധാവസ്ഥയിലുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത അവിടുത്തെ ജീവനക്കാരൻ. അപ്പൊ അതിലിപ്പോ ജീവനക്കാരന്റെ കൂടെയാണ് ഗവൺമെന്റ്, ജീവനക്കാരന്റെ കൂടെയാണ് പാർട്ടി. അപ്പൊ ആ അതിജീവിതയുടെ കാര്യത്തിൽ അവർ സപ്പോർട്ട് ചെയ്തതിന് അനിത എന്ന് പേരായിട്ട് ഒരു നേഴ്സിനെ സ്ഥലം മാറ്റി. അതിനെതിരായുള്ള സമരം വിജയിച്ചത് എന്തുകൊണ്ടാണ്? ഇലക്ഷൻ കാലമായതുകൊണ്ടാണ്. എന്നിട്ട് അന്ന് ഞാൻ അതിൽ എന്താണ് അന്വേഷിക്കാനും കാണാനും വേണ്ടി പോയപ്പോ അവിടെ വലിയ ജനക്കൂട്ടം. കാരണം അവർക്കെതിരായിട്ടുള്ള മീറ്റിംഗ് ആണ് നടക്കുന്നത്. ആലോചിച്ച് ഈ അനിതയ്ക്കെതിരായിട്ടുള്ള മീറ്റിംഗ്. ഇതാണ് ഇവിടുത്തെ പാർട്ടി എന്ന് പറയുന്നത്, ജാതി എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത്, സംഘടന എന്ന് പറയുന്നതൊന്നും ഒരു അനീതിക്കെതിരായിട്ട് മർദ്ദിതരുടെ കൂടെ, അനീതിക്കിരയായവരുടെ കൂടെ നിൽക്കാനല്ല. ഇപ്പൊ ഈ ഡോക്ടർ ആദ്യമാണ് കാര്യം പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റി ക്ഷമിക്കണം. പിന്നെ പറയാണ് ആ കുട്ടിയുടെ നാവിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. അപ്പൊ കൂടെയുള്ള ആളുകളുടെ അറിവോ അനുവാദമോ ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ സംഗതി ഇല്ലല്ലോ. അപ്പൊ ആ കുട്ടിക്ക് വരുന്ന നാളത്തെ വല്ല ബുദ്ധിമുട്ട് വന്ന ആരെയും. അപ്പൊ ഇത് ക്ഷമിക്കണം, ആരോഗ്യ വകുപ്പിന്റെ എല്ലാ കാര്യങ്ങളും വളരെ വളരെ നിരാശാജനകമാണ്, അങ്ങേയറ്റം അനീതിനിഷ്ഠമാണ്. അവിടെ ഒരു കാര്യം നമ്മുടെ വാക്കുകൾ കൊണ്ട് എത്രത്തോളം അങ്ങേയറ്റം കടന്നു പറയാമോ ആ വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ എന്നിട്ടും ആരും അനങ്ങുന്നില്ലല്ലോ എന്നതാണ് വലിയ പ്രശ്നം. നന്ദി ശ്രീ എം എൻ കാരശ്ശേരി. ഇപ്പോൾ